Dear Masons, once again, please put your hands together for your mother college, Mar Athanasius College of Engineering. The past 50 golden, glorious years. Thank you so much. Now I would like to request our Honorable Minister, Sri K. Mani sir, for the inaugural speech. Thank you. ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ഐസക് പ്രിൻസിപ്പൽ മെയ്സ്, ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ ജി മാധവൻ നായർ ഫോമർ ചെയർമാൻ ISRO, ഡോക്ടർ ജെ ഐസക് ഫോമർ പ്രിൻസിപ്പൽ, ബഹുമാനമായ MLA, നമ്മുടെ കോതമംഗലത്തിലെ സമഗ്രമായ വികസനത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ശക്തി സ്രോതസ് ബഹുമാനപ്പെട്ട ശ്രീ കുരുവിള, മിസ്റ്റർ വിന്നി വർഗീസ് പ്രിൻസിപ്പൽ മെയ്സ്, ഡോക്ടർ ജോർജ് ഐസക് പ്രിൻസിപ്പൽ മെയ്സ്, ശ്രീ ജിസ് പോൾ, ശ്രീ അർജുൻ ജി നായർ, ബഹുമാനപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളെ എന്ന് പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന എത്രയോ വലിയ മഹാന്മാരായ ആളുകളാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ കോളേജിന്റെ കഴിഞ്ഞ 50 വർഷത്തെ വളർച്ചയുടെ പിന്നിലോട്ട് നോക്കുമ്പോൾ ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് എത്രയോ വലിയ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായി വ്യക്തിത്വം സ്ഥാപിച്ചുകൊണ്ട് എത്ര വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിരാജിക്കുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ആ നിലയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ അണിനിരന്നിരിക്കുന്നത് വാസ്തവത്തില് ഇന്ന് വലിയ ഒരു മഹാന്മാരുടെ സദസ്സാണ് ഞാനിവിടെ കാണുന്നത്. ഇതുപോലൊരു അലുമിനി ഒരു മീറ്റിംഗിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ യോഗങ്ങളിൽ ചെല്ലുമ്പോൾ അലുമിനി യോഗമാണെന്ന് പറയും, പക്ഷെ അവിടെ ചിലപ്പോൾ കുറച്ച് ആളുകൾ കാണും. ഇവിടെ ഈ കോൺഫറൻസ് ഹോൾ നിറയെ അലുമിനി ഈ മെമ്പേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഈ കോളേജിന്റെ മഹത്തായ പാരമ്പര്യം അത് വിളിച്ചറിയിക്കുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി ഞാൻ എന്റെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് ആ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നിലവാര വർധനയ്ക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരുമായ ആളുകളാണ്. ഇന്ത്യയുടെ യശസ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ ഇടയിലിരിക്കുന്ന ജി മാധവൻ നായർ, അങ്ങനെയാണ് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ. വാസ്തവത്തിൽ അദ്ദേഹത്തെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ചന്ദ്രയാൻ പദ്ധതികളിലൂടെ ഇന്ത്യയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയത്, ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഉയർത്തിയത്, പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയത് ശ്രീ മാധവൻ നായരെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പേരിൽ ശ്രീ മാധവൻ നായരെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി താഴെ ഇരിപ്പുണ്ട്. അവരെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സ്നേഹിതരെ, നമ്മൾ ഇന്ന് ഒരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നോളജ് സൊസൈറ്റി, ഇൻഫർമേഷൻ സൊസൈറ്റി, ലേണിംഗ് സൊസൈറ്റി, അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ്. നോളജ് ക്രിയേറ്റ് ചെയ്യുന്നു, നോളജ് ഷെയർ ചെയ്യുന്നു, നോളജ് ഡിസമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു. പഴയ കാലത്തേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു വ്യവസ്ഥിതിയാണ്. ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ സൊസൈറ്റിയുടെ നിലവാരം വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലകളും ആ നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ആ സമസ്ത മേഖലകളെയും ആ നിലവാരത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, കാർഷിക മേഖല, വ്യവസായ മേഖല, സമസ്ത മേഖലയും തൊഴിൽ മേഖലകളെല്ലാം ആ ലോക നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തി എങ്കിൽ മാത്രമേ ഈ നോളജ് സൊസൈറ്റിയിൽ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പറയൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള നോളജ് സൊസൈറ്റിയിൽ നമുക്ക് വളർന്ന് വികസിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് വികസിച്ചു മുന്നേറണം എന്നുണ്ടെങ്കിൽ
നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സ്, നമ്മൾ അങ്ങനെയുള്ള എക്സലന്റായ ആളുകളെ, നല്ല എക്സലൻസ് പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ, നല്ല വിദഗ്ധരായ ആളുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ്, അതാണ് നമുക്ക് നമ്മുടെ കൈമുതൽ എന്ന് പറയുന്ന. അതാ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷക്കാലമായി ഇവിടെ കേരളത്തിൽ വളർന്ന് വികസിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായ ഒരു സാങ്കേതിക കലാലയമായി, സാങ്കേതിക വിദ്യാഭ്യാസ ഒരു കേന്ദ്രമായി വളർന്ന് വികസിച്ചിട്ടുള്ള MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമുക്ക് എത്രയോ വലിയൊരു അഭിമാനത്തോടുകൂടി നമുക്ക് വീക്ഷിക്കാൻ കഴിയും ഈ സ്ഥാപനത്തെ എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന സേവനം വളരെ മഹത്തരമാണ്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സലന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വളരെയേറെ സംഭാവനകൾ നൽകുന്നതാണ്. അതുകൊണ്ട് ഞാൻ കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഈ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയൊരു അഭിമാനത്തിന് വക നൽകുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ മംഗളങ്ങളും ഞാൻ ആദ്യമായി നേർന്നുകൊള്ളുകയാണ്. ആൽവിൻ ടോഫ്ലർ ഏറ്റവും വലിയ ചിന്തകനായിരുന്നു, ദർശകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. ടോഫ്ലർ 1980-കളിലാണ്. അതായത് 2-3 പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഫ്യൂച്ചർ ഷോക്ക്, തേർഡ് വേവ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സംസ്കാരം, മാനവ സംസ്കാരം, ആ സംസ്കാരത്തിന്റെ ആദിമഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മസിൽ പവറാണ്. മസിൽ പവറാണ് ലോകത്തെ മുഴുവൻ കീഴടക്കിയിരുന്നത്. കായിക ശക്തി, ആ കായിക ശക്തിയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ശക്തി. 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയത് മണി പവർ, സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ, സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾ, സാമ്പത്തിക ശേഷിയുള്ള സമൂഹങ്ങൾ. അപ്പൊ എവിടെയും മണി പവറാണ്. ആ മണി പവറാണ് ഏറ്റവും പ്രധാനമായിരുന്നത് 20-ാം നൂറ്റാണ്ടിൽ. ഇപ്പോഴിതെല്ലാം ഇപ്പം മാറിയിട്ട് ഇതിന്റെ പവർ എന്ന് പറയുന്ന നോളജാണ്. നോളജ് ഈസ് ദി പവർ. ഫ്രാൻസിസ് ബേക്കൻ പറഞ്ഞപ്പോൾ നോളജ് ഇറ്റ്സെൽഫ് ഈസ് പവർ. നോളജാണ് പവർ എന്നുള്ളത് ഇന്ന് മാറി വന്നിരിക്കുന്ന ഒരു ഇതാണ്. നോളജ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഏറ്റവും വലിയ ശക്തി നോളജാണ്. നോളജുള്ള സമൂഹം, നോളജുള്ള രാജ്യം, നോളജുള്ള വ്യക്തി, അവരാണ് ഇന്ന് ആദരിക്കപ്പെടുന്നവര്. അവരാണ് വാസ്തവത്തിൽ ഇന്ന് ഒരു രാജ്യത്തിന്റെ ഗതിവിഗതികളെയൊക്കെ നയിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നോളജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് നമ്മുടെ എഞ്ചിനീയേഴ്സാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ എഞ്ചിനീയേഴ്സ്, അവരാണ് നമ്മുടെ രാജ്യത്തിന് നിർമ്മിതി. എഞ്ചിനീയർ എന്നുള്ള വാക്ക് തന്നെ അതല്ലേ. എഞ്ചിനീയർമാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ശില്പികൾ. എഞ്ചിനീയർമാരാണ് നമ്മുടെ രാജ്യം മുഴുവൻ നിർമ്മിക്കുന്നവർ. അവരാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ, നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ, നമ്മുടെ രാജ്യത്തിന് രൂപം കൊടുക്കുന്നതിൽ എഞ്ചിനീയർമാർക്കുള്ള പങ്ക് എത്രയോ വലിയ നിസ്തുലമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ സാങ്കേതിക വിദ്യാലയങ്ങൾക്കുള്ള, സാങ്കേതിക കലാലയങ്ങൾക്കുള്ള പങ്ക് വളരെ വളരെ സുപ്രധാനമായ ഒന്നാണ്. ഇന്ന് നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ 1-2 നിർദ്ദേശങ്ങൾ പറയട്ടെ. ഡിഗ്രികൾ കൊടുക്കുന്ന സ്ഥാപനം എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് മാറണം. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഗവേഷണത്തിന്, റിസർച്ചിന്, ഡെവലപ്മെന്റ്, R&D, അതിന് നമ്മൾ കൊടുക്കുന്ന പരിഗണന വളരെ വളരെ കുറവാണ്. അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലെടുത്താൽ, മറ്റ് രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, അവരുടെ എക്സ്പെൻഡിച്ചർ എടുത്താൽ ആ ചെലവിൽ നല്ലൊരു ഭാഗം, നല്ലൊരു അംശം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് അവർ ചെലവഴിക്കുന്നത്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എടുത്താലും മറ്റ് സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് എടുത്താലും
റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ പറഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ റിസർച്ച് കേന്ദ്രങ്ങളായിട്ട് മാറണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് റിസർച്ചിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയുമായിട്ടുള്ള ലിങ്കേജ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് വാസ്തവത്തിൽ പറഞ്ഞാൽ ഇന്ന് അത്രമാത്രം സൗകര്യങ്ങളില്ല. ഇൻഡസ്ട്രിയുമായിട്ടുള്ള ലിങ്കേജ് ഉണ്ടാവുകയും ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിക്ക് ആവശ്യമായ പുതിയ പ്രോഡക്ട്സ് ആവശ്യമായി വരാം. ആ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, ആ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, അത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന കാര്യത്തിൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും വ്യവസായികളും തമ്മിലുള്ള ലിങ്കേജ്, അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ആ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വ്യവസായങ്ങൾക്ക് ഫാക്കൽറ്റി സ്ഥാപിച്ചുകൊണ്ട്, കോളേജുകൾ സ്കോളർഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രി വ്യവസായ രംഗത്തുള്ള പ്രാക്ടിക്കൽ നോളജ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ രംഗത്തൊക്കെ ഒരു പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് സൗകര്യങ്ങൾ വേണം. രണ്ടാമതായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വ്യത്യാസം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സിലബസ്. എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച സിലബസിൽ, കരിക്കുലത്തിൽ വലിയൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ആ കരിക്കുലത്തിലുള്ള മാറ്റം ഉണ്ടായിരിക്കാം, പക്ഷെ കൂടുതൽ മാനേജീരിയലായിട്ടുള്ള എഞ്ചിനീയറിംഗിനോടൊപ്പം തന്നെ മാനേജീരിയൽ മാനേജ്മെന്റ്, ആ സ്റ്റഡീസ് നമുക്ക് കൂടുതലായിട്ട് പീപ്പിൾസ് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, പല രംഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എഞ്ചിനീയറിംഗിനോടൊപ്പം മാനേജ്മെന്റ് വൈദഗ്ധ്യം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തെ നയിക്കുന്നതിന് ഉള്ള പ്രാപ്തിയും കഴിവും കർമ്മശേഷിയും അതോടുകൂടി ഉണ്ടാവുന്നതാണ്. അപ്പം പഠന കാലഘട്ടത്തിൽ തന്നെ എഞ്ചിനീയറിംഗും മാനേജ്മെന്റും ഒരുമിച്ചുകൊണ്ട്, മാനേജ്മെന്റ് സ്റ്റഡീസും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം, ആ നിലയിലുള്ള സിലബസിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു എന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനകരമായിരിക്കാം. ഇൻഡസ്ട്രിയൽ ലിങ്കേജ് മാത്രം പോരാ, സൊസൈറ്റൽ ലിങ്കേജ്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ നിരവധി പ്രോബ്ലംസ് ഉണ്ട്. ആ നിരവധി പ്രോബ്ലംസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോബ്ലംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനും അതിന് പ്രതിവിധി ഉണ്ടാക്കുന്നതിനും അതിന് പരിഹാരം കൊടുക്കുന്നതിനും ഒക്കെ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ആ കോളേജുകളിലെ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചുറ്റുപാടുകളിലുള്ള ആ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആ ചുറ്റുപാടുകൾ, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം, അത് ഇവരുടെ അറിവുകൾ അങ്ങോട്ട് വിന്യസിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ, ആ ലിങ്കേജ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുക. നിരവധി കാര്യങ്ങൾ ഈ രംഗത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ രംഗങ്ങളിലേക്ക് നമുക്ക് നാനോ ടെക്നോളജി പോലെയുള്ള ധാരാളം ഇന്നോവേറ്റീവായിട്ടുള്ള രംഗങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന, ആ വിസ്മയകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ രംഗങ്ങൾ, നാനോ ടെക്നോളജി പോലുള്ള പുതിയ ടെക്നോളജിക്കൽ ഫീൽഡിലേക്ക് കടന്നുകൊണ്ട് അങ്ങനെയുള്ള ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ, നമ്മുടെ കോളേജുകളുടെ നിലവാരം ഉയർത്തുന്ന കാര്യത്തിലൊക്കെ അതീവമായ ശ്രദ്ധ വേണ്ടിവരുന്നൊരു കാലഘട്ടമാണ്. ആ നിലയിലേക്ക് നമ്മുടെ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം കോളേജുകളുടെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനും നമ്മുടെ കോളേജുകളെ വലിയൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, വളരെ പാരമ്പര്യമുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള ഇങ്ങനെയുള്ള കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു വലിയ സമ്പത്താണ്. ഞങ്ങളെല്ലാവരും അഭിമാനം കൊള്ളുന്നു ഈ കോതമംഗലം കോളേജിലെ വളർച്ചയിൽ, അതിന്റെ വികാസത്തിൽ. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ വ്യക്തികളെയും ഞങ്ങൾ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക. ഞങ്ങൾ അവിടെ അനുസ്മരണയിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളത് അനുസ്മരിക്കുക. ഏറ്റവും പ്രധാനമായി അടുത്ത കാലത്ത് അന്തരിച്ച വർഗീസ് സാറ്, നമുക്ക് എല്ലാവർക്കും അറിയാം, MA കോളേജിന്റെ പ്രിൻസിപ്പലായി, MA അസോസിയേഷന്റെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച കർമ്മയോഗിയായിരുന്ന വർഗീസ് സാറിന്റെ നിര്യാണത്തിൽ നമുക്ക് അനുശോചനം രേഖപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന്റെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ മംഗളങ്ങൾ ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം, ഈ അലുമിനി സമ്മേളനം, സുവർണ ജൂബിലി, ഈ 50 വർഷ
വർഷത്തെ ജൂബിലി സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.